നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിധി അവൻ എന്തെങ്കിലും ചെയ്തു കാണും. ആന്റി പേടിക്കണ്ട, അവിടെ തന്നെ നിൽക്കേ, ഞാൻ വരാം. വേഗം വരണേ. വരാ ആന്റി. ചേച്ചിക്ക് എന്താ പറ്റിയത്? നിധി എടുക്കുന്നില്ല, കോള് കട്ടായി. എന്തു പറ്റി? എന്റെ നിധിമോക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, ഒന്നും പറ്റാൻ അനുവദിക്കുകയില്ല. മോനെ, ഞങ്ങളും നിന്റെ കൂടെ വരാം. വേണ്ടെങ്കിൽ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവാം. നിധി പോകാൻ സാധ്യതയുള്ള മറ്റു സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവിടെ അന്വേഷിക്കും. ശരി. ഇതെന്നാലും മിഥുനിട്ട് കൊടുത്തതിന് അവൻ തന്ന പണിയാവും. മിഥുൻ താമസിക്കുന്ന ഏരിയ എനിക്കറിയാം. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം അമ്മാവ. മോനെ, ഞാനും വരാം. വേണ്ട, ഞാൻ ഫ്രണ്ട്സിനെ കൂട്ടി പോവാം. എടാ, സൂക്ഷിക്കണം. ഇതാണ് വസുന്ധര ക്ഷേത്രത്തിൽ വെച്ച് നിധിക്ക് കൊടുക്കാന്ന് പറഞ്ഞ പണി. അതേറ്റു. എടാ ഗൗതമേ, ഇനി നീ നിധിയെ കാണില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശിവാനി ഈശ്വരമംഗലത്തെ മരുമകളാവും. രണ്ടാം കെട്ടുകാരനായ നിന്റെ ഭാര്യ. നിധി ഫോൺ എടുക്കുന്നേ ഇല്ലല്ലോ. മോനെ, നിധി അവളെവിടെ? അവൾക്ക് എന്താ പറ്റിയത്? ആന്റി കരയാതെ നമുക്ക് അന്വേഷിക്കാം. എവിടെ പോയി അന്വേഷിക്കും? എന്റെ കൺമുന്നിൽ നിന്ന് അവള് പോയത്. അവളെ ആരും അപകടപ്പെടുത്തി തന്നെയാ. ആന്റി ഇങ്ങനെ പേടിക്കാതെ നമുക്ക് നോക്കാം. ഞാനൊന്നുകൂടി അവളെ വിളിക്കട്ടെ. ഇത് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇതൊരു ലൈവ് ലൊക്കേഷനാ. അവൾ എങ്ങോട്ടോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. എങ്ങോട്ട്? ആന്റി ടെൻഷൻ അടിക്കാതെ, ഇതെനിക്കുള്ള സൂചനയാ. ഞാൻ പിന്നാലെ ചെല്ലാനുള്ള സൂചന. ആന്റി വീട്ടിലേക്ക് ചെല്ല്, ഞാൻ നിധി കൊണ്ടുവരാം. അല്ല, ഞാനും മോന്റെ കൂടെ വരാം. എനിക്ക് അവളെ കാണണം. ആന്റി, ഇത് അവളുടെ എന്തോ കുസൃതിയാ. അതാ എനിക്ക് ലൊക്കേഷൻ അയച്ചത്. ഞാൻ മാത്രം പിന്നാലെ ചെല്ലാനാവും അവൾ ആഗ്രഹിക്കുന്നത്. ആണോ? അതെ ആന്റി, ഇത് നിധിയുടെ എന്തോ ഒരു തമാശയാ. ശരി, ഞാൻ വിളിക്കാം. മിഥുൻ അറിയാതെ നിധി എനിക്ക് ലൊക്കേഷൻ സെൻഡ് ചെയ്തതായിരിക്കും. അവരിപ്പോഴും യാത്ര ചെയ്യുകയാണ്. പിന്നാലെ ഞാനും വരുന്നുണ്ട് മിഥുൻ. നിധി ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. മിഥുൻ അവളെ എവിടേക്കായിരിക്കും കൊണ്ടുപോകുന്നത്? അവൾ എവിടെയോ കാറ് നിർത്തി.
കണ്ടിട്ട് ഏതോ ഹൗസിംഗ് കോളനിയാണെന്ന് തോന്നുന്നല്ലോ. നിധി എവിടെ? ഏത് നിധി? നിധിയുടെ ലൊക്കേഷൻ കാണിച്ച ഈ വീടാ? അറിയില്ല. എവിടെ അവള്? നിധി എവിടെ? അയ്യോ സാറേ എനിക്കൊന്നും അറിയില്ല. ഈ പറയുന്ന ആളെ ഞാൻ കണ്ടിട്ട് വരില്ല സർ. കള്ളം പറയുന്നടാ. നിധി, നിധി, ആരാ? മനസ്സിലായില്ല. എനിക്കറിയില്ല സാറേ. എന്റെ കയ്യിൽ എന്തോ നിധി ഉണ്ടെന്ന് പറഞ്ഞു വന്നതാ. എന്തോ മൊബൈൽ ഗെയിം കളിക്കാണെന്ന് തോന്നുന്നു. അയ്യോ, ഇത് നമ്മുടെ ചന്ദ്രികയുടെ മോള് നിധിയുടെ ഭർത്താവല്ലേ? ആ അതെ, ഞാൻ നിധിയുടെ ഹസ്ബൻഡാണ് ഗൗതം. വരൂ, അകത്തേക്ക് ഇരിക്കാം. വേണ്ട, ഞാൻ നിധിയെ അന്വേഷിച്ച് വന്നതാ. അവള് നിങ്ങളുടെ കൂടെ ഇങ്ങോട്ട് വന്നോ? ഇല്ല, ഞങ്ങൾ നിധിയെ ചന്ദ്രികയോടൊപ്പം ക്ഷേത്രത്തിൽ വെച്ച് കണ്ടിരുന്നു. അത് കഴിഞ്ഞ് ചന്ദ്രിക നിധിയെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു. നിധിക്ക് എന്ത് പറ്റി? നിധിയുടെ ഫോൺ ഈ ലൊക്കേഷനിലാണെന്നാണ് കാണിക്കുന്നത്. ഈ കാർ ഒന്ന് ഓപ്പൺ ചെയ്യാവോ? അതിനെന്താ? കാറൊന്ന് തുറന്നു കൊടുത്തേ. ഈ ഫോൺ എങ്ങനെ ഇതിനുള്ളിൽ വന്നു? എനിക്കറിയില്ല. എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവൻ മനഃപൂർവ്വം ചെയ്തതാണ്. ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ട് നിധിയുടെ ഫോൺ ഈ കാറിൽ ഉപേക്ഷിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലീസ് അറിയിക്കാം. ഒക്കെ ഞാൻ ചെയ്തോളാം. സോറി ഫോർ ദ ട്രബിൾ. അതൊന്നും കുഴപ്പമില്ല. വേഗം നിധിയെ കണ്ടുപിടിക്കേ. ഞാൻ ചന്ദ്രയെ വിളിച്ചോളാം. സോറി കേട്ടോ. സാരല്ലേ സാർ. ഓക്കെ. എവിടെയാ നീ? ഏയ്, ചിരിക്കണ്ട. നിധിയെ കാണാതതിന് പിന്നിൽ നീയാണെന്ന് എനിക്കറിയാം. അറിഞ്ഞിട്ട് എന്താ ഗൗതം സാറേ പ്രയോജനം? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യേ. പരാക്രമം കാണിക്കേണ്ടത് സ്ത്രീകളോടല്ല, നിനക്ക് വേണ്ടത് എന്നെയല്ലേ? നീ പറയുന്നിടത്ത് വരാൻ തയ്യാറാ ഞാൻ. എടാ, നീ എനിക്കൊരു ഇരയേ അല്ല. നിധി എന്റെ ഭാര്യയാണ്. എനിക്ക് വേണ്ടത് അവളെയാ. നിന്റെ നാടകം ഇനി എന്റെ മുമ്പിൽ വേണ്ട. നിധിയെ കരുവാക്കി നീ കളിക്കുന്നത് എനിക്കെതിരെയാ. ഇതിന് പിന്നിൽ എന്റെ ഏതോ ശക്തനായ എതിരാളിയുണ്ട്. നോ, നിധിക്ക് വേണ്ടിട്ടാ. നിധിയെ സ്വന്തമാക്കാൻ വേണ്ടിട്ടാ ഞാൻ നിന്നെ ടാർഗറ്റ് ചെയ്തത്. അല്ല, നിന്റെ കളി മറ്റാർക്കോ വേണ്ടിയാ. എവിടെയോ മറഞ്ഞിരിക്കുന്ന എന്റെ ശത്രുവിന് വേണ്ടി. അയാൾ വിദേശത്താണെന്നും എനിക്കറിയാം. സൈക്കോപാത്താണെന്ന മട്ടിൽ നീ നിധിയെ തേടി വന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനാ. നിന്റെ ഉന്നം ഞാൻ തന്നെയാ. എന്റെ ബിസിനസ്സാ. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ തകർച്ചയാണ് നിന്റെ ലക്ഷ്യം. നിധിയെ വെറുതെ വിട്. എന്നെ എന്തു വേണമെങ്കിലും ചെയ്തോ. എവിടാ നീ? നിനക്ക് എത്ര കാശ് വേണമെങ്കിലും ചോദിക്കാം. അതിൽ കൂടുതൽ ഞാൻ തരും. തൽക്കാലം എനിക്ക് വേണ്ടത് നിധിയെ മാത്രമാണ്.